അപ്പൊ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലത്തെ ചായ കുടിയാണേ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ഇന്ന് വീട്ടിൽ കുറച്ച് ഗസ്റ്റുകളുണ്ട്. അതാണ് ഇത്ര വിഭവസമൃദ്ധമായ ചായ. അല്ലെങ്കിൽ എന്തെങ്കിലും പുട്ടും കടലയോ ചെറുപയരോ ഇഡ്ഡലിയോ ദോശയോ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും. ഇന്ന് കള്ളപ്പവും പുട്ടും ചിക്കൻ കറിയെല്ലാം ഉണ്ട്. അപ്പൊ ഞങ്ങളെ നാലാളും അത് ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കുകയാണ്. അതിനുശേഷം ഞാനും വിഗിയും സാൻഡ്രിമോളും കൂടെ ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് ഒരു ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഇടയിൽ യാദൃശികമായിട്ട് ഒരു കോമഡിക്ക് വേണ്ടിയിട്ട് അമ്മയും ലാലോടിനും വന്ന് നിന്നതായിരുന്നു. അപ്പൊ ഇവളൊന്ന് കോമഡി ആക്കണ്ട, മക്കെല്ലാവർക്കും കൂടെ ഒന്നങ്ങ് ചെയ്തേക്കാം. ഒപ്പരം ഭവീച്ചയുണ്ട്. അപ്പോൾ കാലിന്റെ സ്റ്റെപ്പ് കണ്ടാൽ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ പാട്ടേതാന്നുള്ളത്. അതാരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ഷോർട്സ് വീഡിയോയിൽ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണണേ. കണ്ടവര് ഒന്ന് കമന്റും കൂടെ ചെയ്യണേ. അപ്പോൾ ഞാൻ പറഞ്ഞ ആൾക്കാരെത്തിയിട്ടുണ്ട്, നമ്മളെ ഗസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. വേറെ ആരുമല്ല, ആപ്പന്റെ മോളും ഹസ്ബൻഡും അമ്മയൊക്കെയാണ്. ഇവര് തൃശ്ശൂരാണ്. അപ്പൊ ഇവര് നമ്മളെ പല ഫംഗ്ഷനുകളിൽ ഇവർക്ക് പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരെല്ലാം കൂടെ ഒരുമിച്ച് എന്നുള്ള രീതിക്ക് വന്നതാണ്. അപ്പോൾ ഒരു വരട്ടെ. അപ്പൊ ഞാൻ പറയുന്നുണ്ട്, എൻ്റെ വീഡിയോയിൽ നിങ്ങളെല്ലാം ഉണ്ടാവും, ഞാൻ എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഇവര് വസുമോൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഇന്ന്. വസുമോനാണെങ്കിൽ ഇട്ടാവട്ടത്തുള്ള 5 ആൾക്കാരെ കണ്ട പരിചയമുള്ളൂ. പിന്നെ ഇവരെ കണ്ട സമയത്ത് പെണ്ണ് കാണാൻ വന്നൊരു നാണോ ചമ്മലും അല്ല എന്നുള്ളത്. വസുത ഒരു കിഴക്കോട്ട് നോക്കുമ്പോൾ വസു വടക്കോട്ട് നോക്കുന്ന രീതിയാണുള്ളത്. അപ്പൊ ഇത് അരുണേട്ടൻ, അത് ബെഗിയൻറ്റി, അത് അരുണേട്ടന്റെ അമ്മ, 2 മക്കള്. അപ്പോൾ അരുണേട്ടൻ സാൻവിനോട് ചോദിക്കുന്നുണ്ട്, ഓ വ്ലോഗറൊക്കെ ആണല്ലേ എന്നുള്ളത്. സാൻവിക്കും നല്ല സന്തോഷമുണ്ട്. അപ്പൊ കുറെ വിശേഷങ്ങൾ പുറത്ത് നിന്ന് പറഞ്ഞ് ഇനി ബാക്കി വിശേഷങ്ങളിൽ നമ്മൾ അകത്ത് നിന്ന് പറയട്ടെ. അപ്പൊ കുറെ കാലത്തിന് ശേഷം കണ്ടതുകൊണ്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, ചോദിക്കാനുണ്ട്. അപ്പൊ വസുവിനെ എടുക്കാൻ ബെഗിയേച്ചി ആവുന്നത്ര നോക്കുന്നുണ്ട്. പക്ഷെ ഒരു തരത്തിലും ഞാൻ എടുക്കൂല എന്നുള്ളൊരു ഭാവത്തിലാണ് വസു നിൽക്കുന്നത്. കാരണം വസു ബെഗീച്ചിന്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. എടുക്കാൻ പറയുമ്പോ ചീത്ത പറയുന്ന, അങ്ങോട്ട് പോന്ന് പറയുന്ന. വസു വേറൊരു ക്യാരക്ടറാണ്. കാരണം വസുവിന് കുറച്ച് ആൾക്കാരെ മാത്രമേ അറിയുള്ളൂ. ഓരോട് മാത്രമേ വസു പോവുകയുള്ളൂ. നിന്നും ഇരുന്നും കുറേ കഥകളെല്ലാം പറഞ്ഞ് അപ്പൊ അവര് പൊലച്ചിറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. ഇനി ഒരു ചായ എല്ലാം കുടിക്കട്ടല്ല. വിഗേന്റെ അടുത്ത് ഫോൺ കൊടുത്തത് ഇവരെല്ലാം ഒന്ന് വീഡിയോ എടുക്കണേ, എന്നൊക്കെ ഒരു വീഡിയോ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടാ. ഓളോളൊരു ഹോം ടൂർ ആണോ ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് ഇപ്പോ ഈ ഒരു വീഡിയോ കണ്ടുതരാ തോന്നുന്നത്. അപ്പൊ സാൻവിന്റെ വസന്ത വല്യമ്മയും സുരേഖമേമ്മയും വിഭീഷങ്ങളും പപ്പയിലാണ് ഇത്. ഞാന് വീഡിയോ വെക്കുന്നതാണ് യൂട്യൂബില്, ടിവിയിലൊന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട്. ചായന്റെ മേലെ തന്നെ എന്താ ചോറാന്ന് വിചാരിക്കണ്ട. അതിന്റെ ഇടയിൽ കുറെ സമയമുണ്ട്, അതൊന്നും വീഡിയോ എടുത്തിട്ടില്ലേനോ. കാരണം ഇങ്ങൾക്കും കണ്ടിട്ട് ബോറടിക്കൂലേ. അപ്പോ ഉച്ചക്ക് നല്ല ബിരിയാണിയേനോ. ഓരോ ട്രിപ്പായിട്ട് കുറച്ച് ആൾക്കാർ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അടുത്ത ട്രിപ്പിന്റെ ആൾക്കാരാന്നേ ഇത്. അപ്പൊ ഞാൻ വീഡിയോ എടുക്കുമ്പോ നല്ലോണം എടുത്തോളേ എന്ന് പറയുന്നുണ്ട് ആളെല്ലാം. അപ്പൊ എല്ലാരെയും വിശദമായിട്ട് പല വീഡിയോകളിലായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടേ. ഇവര് വന്ന സമയത്ത് ഉറങ്ങിക്കളഞ്ഞതാണേ വസു. എണീറ്റേരോ, ഇവരൊന്നും പോയിട്ടില്ല, ഇവരെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. എന്നാ ഞാൻ ഇവര് പോയിട്ടാണ് ഇവിടുന്ന് എണീക്കുന്നുള്ള ഒരു ഭാവത്തിലാണ് വസു നിൽക്കുന്നത്. ഉറങ്ങി എണീച്ചേരം വസത വല്യമ്മേന്റെ മേലവിടെ കിടന്ന്. കാരണം ഓനിത് ആരെയും കാണാൻ കഴിയല്ല. ഇന്റർവ്യൂ ബ്ലോഗില് എല്ലാവർക്കും ഇഷ്ടമായ ഒരു കഥാപാത്രമാണ് ഇത്, ഞങ്ങളെ ദിവാരാപ്പൻ. ടിവിയിലപ്പോ വീട്ടിൽ കൂടെയുള്ള വീഡിയോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഞാനും ലാലോട്ടനത് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ഊഴം ഞങ്ങളതാണ്. അപ്പോൾ ഞങ്ങളെല്ലാം ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കട്ടെ.
ഉച്ചഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രിയേച്ചി വിളിച്ചിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് സംസാരിക്കുന്നതാണ് ലാലോടനും ബെഗേച്ചിയും എല്ലാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് 4 മണീൻ്റെ ചായ പരിചയപ്പെടാം. അപ്പോൾ ഇവരിനി പോവാൻ നോക്കുന്നതാണ്. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് അതിൻ്റെ മേലൊരു നാരങ്ങ പിഴിഞ്ഞിട്ടുള്ള ചായ എല്ലാം കുടിക്കുമ്പോൾ ഒരു സുഖമല്ലേ അല്ലേ? അപ്പോൾ എല്ലാവരും ഇരുന്നിട്ട് ആ ചായ കുടിക്കുന്ന. അപ്പോൾ ഞങ്ങളെ 13ാം വാർഡിൻ്റെ പ്രിയ കൗൺസിലറായ ശ്രീജ പി കെ ഈ വീഡിയോയിൽ എല്ലാവരോടും ഹായ് പറയുന്നുണ്ട്. അപ്പോൾ സെലിബ്രിറ്റീസ് ഒക്കെ ഇങ്ങനെ വരട്ടെ അല്ലേ? അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ പോയ അടുത്ത ഞായറാഴ്ച അവരുടെ ഹൗസ് വാമിംഗ് ആണ്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം.